അപ്പോൾ നമുക്ക് അഡിഷനുമായി ബന്ധപ്പെട്ടുള്ള സ്പീഡ് മാത്സുകളാണ് നമ്മളിന്ന് പഠിച്ചു തുടങ്ങുന്നത്. അഡിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ട്രിക്കുകളും, സ്പീഡ് മാത്സിൻ്റെ എല്ലാ ട്രിക്കുകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺസിക്യൂട്ടീവ് 10 നമ്പർ അഡിഷൻ. തുടർച്ചയായി വരുന്ന 10 നമ്പറുകൾ, 10 നമ്പേഴ്സ്. ഇത് കോമ്പറ്റീറ്റീവ് എക്സാമിന് ചോദിക്കാറുണ്ട്, സ്കോളർഷിപ്പിന് ചോദിക്കാറുണ്ട്. നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞ ഒരു പാർട്ട് പഠിക്കും 10ാം ക്ലാസ്സിൽ. ആ ടൈമിൽ നമുക്ക് ഇത് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കോൺസിക്യൂട്ടീവ് നമ്പർ ആഡ് ചെയ്യാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. ഓക്കെ, നിങ്ങൾ 23 + 24 + 25 + 26 27 28 29 30 31 32 ഈ 10 ഡിജിറ്റുകൾ, 10 ഡിജിറ്റുകൾ സം ചെയ്യാൻ ചോദിക്കും. ഒരു 10 ഡിജിറ്റുകൾ ഇങ്ങനെ സം ചെയ്യാൻ ചോദിച്ചാൽ നമുക്ക് ചെയ്യാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത്, ഇതിപ്പോൾ നമ്മൾ ആഡ് ചെയ്യാൻ നിന്ന് എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ചെയ്യില്ലേ, 23 + 24 + 25 26 27 28 29 30 31 32 എഴുതിയിട്ട് എന്ത് ആഡ് ചെയ്യാൻ നിൽക്കണം. അതിന് ഒത്തിരി സമയം എടുക്കില്ലേ? അപ്പം 10 ഡിജിറ്റ് കോൺസിക്യൂട്ടീവ് 10 നമ്പർ അഡിഷൻ ചെയ്യാൻ വേണ്ടിയുള്ള വളരെ സിമ്പിൾ ഒരു ട്രിക്ക് ഉണ്ട്. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് ഏതാണെന്ന് നോക്കിയാൽ, ഫസ്റ്റ് നമ്പർ, എല്ലാത്തിൻ്റെ ഫസ്റ്റ് നമ്പർ വെക്കുക. 10 ഡിജിറ്റ് ആണെങ്കിൽ മാത്രമേ ഇത് പറ്റത്തുള്ളൂ. 11 വന്നാൽ പറ്റത്തില്ല. 11 വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. എന്താ, 10 ഡിജിറ്റ് കണ്ടുപിടിച്ചിട്ട് പിന്നെ അതിൻ്റെ ആൻസറോടെ 11 ഡിജിറ്റ് കൂട്ടിയാൽ മതി. അപ്പോൾ കോമ്പറ്റീവ് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് 10 എണ്ണം ആണെങ്കിൽ നമുക്ക് ഈ ട്രിക്ക് ഉപയോഗിക്കാം. 10ന് മേളിൽ വന്നാലും നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം. കാര്യം 10 എണ്ണത്തിൻ്റെ ട്രിക്സ് ഇതുപോലെ കണ്ടുപിടിച്ചിട്ട് അപ്പോൾ 10 എണ്ണം ആഡ് ചെയ്യണ്ട, പിന്നെ 11 മാത്രം 11 കൂട്ടിയാൽ മതി. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ് ഡിജിറ്റ് ഏതാണെന്ന് നോക്കുക, 23. നിങ്ങൾ അതിൻ്റെ കൂടെ ഒരു 4 അങ്ങ് ആഡ് ചെയ്യുക. 10 കോൺസിക്യൂട്ടീവ് 10 നമ്പേഴ്സ് ആണെങ്കിൽ മാത്രമാണ് ഒരു 4 അങ്ങ് ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും ആൻസർ? 27. ഇനി അതിനോട് ഒരു 5 അങ്ങ് പുട്ട് ചെയ്താൽ മതി. 5 ചുമ്മാ അങ്ങ് എഴുതി വെച്ചാൽ ആൻസർ എത്ര? 275. വളരെ സിമ്പിളാണ്, 275. അങ്ങനെ ചെയ്ത് നോക്കേ. 76 + 77 + 78 + 79 + 80 + 81 + 82 + 83 + 84 + 85 ചോദിക്കുക. ഫസ്റ്റ് ഡേറ്റ് ഏതാ? 76. എത്ര ആഡ് ചെയ്യണം? 4 ആഡ് ചെയ്യണം. പ്ലസ് 4 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 80 കിട്ടും. ഒരു 5 പുട്ട് ചെയ്യും. എത്ര ആൻസർ? 805. വളരെ സിമ്പിളാണ്. അപ്പോൾ എത്ര വലിയ സംഖ്യ ചോദിച്ചാൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു എക്സാം ആക്കാം. വേണ്ട, 3 ഡിജിറ്റ്, വലിയൊരു ഡിജിറ്റ്. ഇതോ കാണുമ്പോൾ ഇത്രയും വലിയ ഡിജിറ്റ് എങ്ങനെ ആഡ് ചെയ്യും? ഇത്ര സമയം എടുക്കും. നമ്മൾ ചിന്തിക്കും, എങ്ങനെ ചെയ്യും? ഇത്ര സമയം എടുക്കില്ല. 146 + 147 + 148 + 149. അപ്പോൾ എഴുതി കൂട്ടാൻ നിന്ന് ഒരുപാട് സമയം എടുക്കും. നമ്മൾ എന്തുണ്ട് ട്രിക്ക്? ഒറ്റ ട്രിക്ക് ഉള്ളത് 10 ഡിജിറ്റ് ആണോ നോക്കുക. 1 2 3 4 5 6 7 8 9 10 10 ഡിജിറ്റ്സ് ആണ്, 10 നമ്പേഴ്സ് ആണോ നോക്കുക. ഫസ്റ്റ് ഡിജിറ്റ് എടുക്കുക, 146. അതിനോട് എത്ര ആഡ് ചെയ്യണം? 4 ആഡ് ചെയ്യണം. ഇപ്പോൾ എത്ര കിട്ടി? 150. ഇനി എന്ത് വേണം? ഒരു 5 പുട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വേണം? കോൺസിക്യൂട്ടീവ് 10 നമ്പർ അഡിഷൻ ചോദിച്ചാൽ എന്ത് വേണം? ഫസ്റ്റ് ഡിജിറ്റ്, ഫസ്റ്റ് നമ്പർ ഏതാന്ന് നോക്കുക, അതിൻ്റെ കൂടെ 4 ആഡ് ചെയ്യുക, കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ ഒരു 5 കൂടെ പുട്ട് ചെയ്യുക. അങ്ങനെ ഇതൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞേ, ഇത് വലിയൊരു സംഖ്യ അല്ലേ? ഒത്തിരി ഉണ്ട്. 7566 + 7567. ഇപ്പോൾ എഴുതാൻ നിൽക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 7566 7567 7568. ഇത് എഴുതുന്ന സമയം കഴിയുമ്പോഴേക്കും നമ്മൾ അതിന് ഉത്തരം എഴുതാം. അങ്ങനെ എഴുതാം, ആൻസർ എങ്ങനെ എഴുതാം? ഇത് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 7566 എടുക്കുക, ഫസ്റ്റ് നമ്പർ എടുക്കുക, എൻ്റെ കൂടെ എന്ത് വേണം? 4 ആഡ് ചെയ്യുക. എത്ര കിട്ടും? 7570. എൻ്റെ കൂടെ ഇനി എന്ത് വേണം? 4 ആഡ് ചെയ്ത ശേഷം എന്ത് വേണം? ഒരു 5 കൂടെ പുട്ട് ചെയ്യുക. ആൻസറായി 7570. ഇപ്പം എന്ത് വേണം? കോൺസിക്യൂട്ടീവ് 10 നമ്പർ അഡിഷൻ ചോദിച്ചാൽ എന്ത് വേണം? ഫസ്റ്റ് നമ്പറിൻ്റെ കൂടെ 4 ആഡ് ചെയ്യുക, 5 പുട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇനി 10ന് മുകളിലുള്ള സംഖ്യയാണ് ചോദിക്കുന്നതായിരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ ഈ 7575 കൂടെ ഒരു സംഖ്യ കൂടെ കിടക്കുക, 7084 എന്തെങ്കിലും ഒരു സംഭവം 7654 എന്ന്. പ്രത്യേകം 10 കോൺസിക്യൂട്ടീവ് നമ്പർ ആണെങ്കിൽ മാത്രമേ ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അല്ലാത്തതിനുള്ള അഡിഷനുകൾ നമ്മൾ വരും ക്ലാസ്സിൽ പഠിക്കും. ഈ 7654 ഉണ്ടെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ നോക്കണം 10 കോൺസിക്യൂട്ടീവ് നമ്പർ ആണോ? ആണെങ്കിൽ ഈ പ്ലസ് ഫസ്റ്റ് നമ്പറോടെ 4 ആഡ് ചെയ്തിട്ട് 5 പുട്ട് ചെയ്യുക. ആ കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ എന്ത് ചെയ്താൽ ലാസ്റ്റ് വന്ന ഡിജിറ്റ് ഏതാ? 7654. അത് അഡിഷൻ ചെയ്താൽ മതി. അപ്പം ഇത് കോമ്പറ്റീറ്റീവ് എക്സാമിനും സ്കോളർഷിപ്പ് പരീക്ഷകൾക്കും പല പരീക്ഷകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഇങ്ങനെ ട്രിക്ക് ഉള്ളത് കൊണ്ട് ചോദിക്കുമ്പം ട്രിക്ക് അറിയാവുന്ന കുട്ടികൾ എന്ത് ചെയ്യും? വളരെ വേഗത്തിൽ എഴുതും. അല്ലാത്തവരെന്ത് ചെയ്യും? എഴുതി കൂട്ടുമ്പോഴേക്ക് എത്ര സമയം പോകും? ഒരുപാട് സമയം പോകും. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, 10 കോൺസിക്യൂട്ടീവ് നമ്പർ ആണെങ്കിൽ മാത്രം തുടർച്ചയായി വരുന്ന 10 നമ്പേഴ്സുകൾ വന്നാൽ അതിൻ്റെ ആദ്യത്തെ നമ്പറിൻ്റെ കൂടെ എന്താണ്? 4 ആഡ് ചെയ്തതിന് ശേഷം 5 പുട്ട് ചെയ്താൽ ആൻസർ. അപ്പോൾ ഈ ട്രിക്ക് നന്നായിട്ട് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യും.